ഹലോ, ഞാൻ ഒരു 5-6 പയർ ഇട്ടിരുന്നു. അപ്പോൾ അത് തോരൻ വയ്ക്കാതെ എടുത്തത്. അപ്പോൾ ഞാനത് അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഞാൻ വെക്കുന്ന ഏത് രീതിയിലാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. ചിലർ തേങ്ങ ഇടത് വയ്ക്കുന്നവരുണ്ട്, വെളുത്തുള്ളി അരച്ച് വയ്ക്കുന്നവരുണ്ട്, പല രീതി വയ്ക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ വയ്ക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഞാൻ തോരനുള്ള ഞാൻ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് ചട്ടി വെച്ചു, എണ്ണ ചൂടായി. നമുക്ക് ഞാൻ ഇതൊക്കെ കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 5-6 കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കണം. നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് പയറും ഇട്ട് കൊടുക്കാം. നമുക്കിനി ആവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിടാം. വെള്ളമൊക്കെ കുറച്ച് വെള്ളം മതി. നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പയർ തോരൻ അരയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ബൗൾ തേങ്ങ ചിരണ്ടിയതും ഇച്ചിരി കരിവേപ്പിലയും, ഒരു ചുവന്നുള്ളി, 2 പച്ചമുളക്, എരിയില്ലാത്ത മുളകാണ് 2 പച്ചമുളക് എടുത്തത്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത് മിക്സിയിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. അപ്പം ഞാൻ പയർ തോരനുള്ള തേങ്ങ ജാലിട്ടൊന്ന് ഒതുക്കിയെടുത്തു. നമ്മുടെ പയർ വെന്തോ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി വെള്ളമൊക്കെ വരിഞ്ഞ് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് തേങ്ങ ഒന്ന് വെന്ത് വരട്ടെ. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡിയായി. ഇനി ഇരിച്ചിരുന്ന വെള്ളം തോർന്നോട്ട് കിടക്കുന്നു. തോർന്ന് നമുക്കത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ പയർ വലുതായിട്ട് അരിഞ്ഞേക്കുന്നത്. എനിക്കിങ്ങനെ ഇഷ്ടം. തീരെ ചെറുതായിട്ടാണ് ഞാൻ പയറിൻ്റെ ടേസ്റ്റ് കാണുന്നില്ല. ഒരു ശകലം മുഴുത്തായിട്ട് അരിച്ച് ചെറിയ കുഞ്ഞു പീസായിട്ട്. അങ്ങനെ പയർ തോരൻ ഇവിടെ റെഡിയായി. ഞാനതൊരു ബൗളിലോട്ട് മാറ്റി. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയതുപോലെ. എൻ്റെ പയർ ഞാൻ ഇച്ചിരി വലുതായിട്ട് ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഇടുന്നത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വലുതായിട്ട് അരിയുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയാണ് വയ്ക്കുന്നത് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം എന്നോട്.